നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി എത്തിച്ച വാഹനങ്ങൾ കണ്ടെത്താൻ ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി കേരളത്തിലാകെ നടത്തിയ പരിശോധനയിൽ 36 വാഹനങ്ങൾ പിടിച്ചെടുത്തെന്ന് കസ്റ്റംസ്. ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിൽ പരിശോധന നടത്തി. ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഇവർ നേരിട്ട് ഹാജരാകണമെന്നും കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടി ടിജു പറഞ്ഞു. ഇന്ന് ടോട്ടൽ 36 വണ്ടികൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് പരിശോധനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ദുൽഖർ സൽമാൻ, പൃഥ്വിരാജിന്റെ വീട്ടിൽ ഒന്ന് നമ്മൾ പരിശോധന നടത്തി. അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട്, അദ്ദേഹത്തിന്റെയും വീട്ടിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ 3 നടന്മാരാണ് ഇപ്പോൾ തൽക്കാലം നമ്മുടെ റഡാറിൽ ഇന്ന് വന്നിട്ടുള്ളത്. ഇവരുടെ എല്ലാം വാഹനങ്ങൾ എടുത്തിട്ടുണ്ട്. 6 മാസമായി നടക്കുന്ന അന്വേഷണമാണ്. സൈന്യത്തിന്റെ അടക്കം വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് വാഹനങ്ങൾ കടത്തുന്നത്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വലിയ വിഷയമാണ്. തീവ്രവാദ ഫണ്ടിംഗ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുവെന്നും കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടി ടിജു പറഞ്ഞു. കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു 150 മുതൽ 200 വണ്ടികൾ വരെ കേരളത്തിലുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. കംപ്ലീറ്റ് ആയിട്ട് ഫോർജ് ചെയ്ത ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ, നമ്മുടെ എംബസികളുടെ, അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കൊണ്ടുവരാമെങ്കിൽ മയക്കുമരുന്നും കാറുകളും സ്വർണവും കൊണ്ടുവരാമെങ്കിൽ എന്തും കൊണ്ടുവരാം എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ഇറ്റ്സ് എ മേജർ ത്രെറ്റ് ടു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ. നിതിൻ അബുജനുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഇന്ന് സംസ്ഥാനത്തുടനീളം നടത്തിയ പരിശോധനയ്ക്ക് ശേഷം 36 വാഹനങ്ങളാണ് ഇപ്പോൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഇതിന്റെ ഉടമകളെ വിളിച്ചു വരുത്തുകയും അവരുടെ വിശദീകരണം അല്ലെങ്കിൽ രേഖകളൊക്കെ ഹാജരാക്കിയ ശേഷമായിരിക്കും തുടർ നടപടിയെന്നും കസ്റ്റംസ് കമ്മീഷണർ വ്യക്തമാക്കുന്നു. നിലവിൽ ഏതൊക്കെ വാഹനങ്ങളുടെ കാര്യത്തിൽ, ഏതൊക്കെ വ്യക്തികളുടെ വാഹനങ്ങളുടെ കാര്യത്തിലാണ് കസ്റ്റംസിന് സംശയമുള്ളത്? ചില ഏജൻസികൾ, ചില സംഘടനകളുടെയൊക്കെ പങ്കാളിത്തം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ഗോകുൽ, തീർച്ചയായും. കാരണം അത്തരമൊരു സംശയം തന്നെയാണ് ഇന്നിപ്പോൾ കസ്റ്റംസ് പങ്കുവച്ചിരിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഏതാണ്ട് 35 ഇടങ്ങളിൽ ഇത്തരത്തിൽ പരിശോധന നടത്തി 36 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. ഏതാണ്ട് 150 മുതൽ 200ഓളം വാഹനങ്ങൾ ഈ കഴിഞ്ഞ 6 മാസമായി നടത്തിയ അന്വേഷണത്തിൽ ഭൂട്ടാനിൽ നിന്ന് ഇത്തരത്തിൽ കേരളത്തിലെത്തിച്ച് ഇവിടെ നിരത്തുകളിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിശോധന ഇന്നിപ്പോൾ ഓപ്പറേഷൻ നുങ്കൂർ എന്ന പേരിൽ രാജ്യവ്യാപകമായി നടന്നത്. അതിന്റെ തുടർച്ചയായി തന്നെയാണ് കേരളത്തിലും 35 ഇടങ്ങളിൽ നടന്നത്. അതിൽ കൊച്ചി, അതോടൊപ്പം തന്നെ അടിമാലി അടക്കമുള്ള സ്ഥലങ്ങൾ, തൃശ്ശൂർ, തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങൾ, കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പരിശോധന നടന്നു. ആ പരിശോധന വിശദാംശങ്ങളാണ് ഇന്നിപ്പോൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലാണ്. പരിവാഹൻ വെബ്സൈറ്റ് വരെ കൃത്രിമം കാണിച്ച് ഇത്തരത്തിൽ വാഹനങ്ങൾ ഇവിടെ ഭൂട്ടാനിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നു. ആദ്യം വില കൂടിയ വാഹനങ്ങൾ ഭൂട്ടാനിൽ എത്തിക്കും, അതിനുശേഷം അവ ഇന്ത്യയിലേക്ക് എത്തിക്കും. അത് പലതും പാർട്സ് ആയിട്ട് ഇവിടെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഉപയോഗിച്ചിരുന്നത്. പല സംസ്ഥാനങ്ങളും രജിസ്റ്റർ ചെയ്യും, അതിനുശേഷം അത് റീ രജിസ്ട്രേഷൻ ആയിട്ട് കേരളത്തിലേക്ക് ഓടുന്നു. അങ്ങനെ ഏതാണ്ട് ദിവസങ്ങളോളം, മാസങ്ങളോളം നീണ്ട അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഇത്തരം ഒരു പരിശോധനയ്ക്ക് ഇന്നിപ്പോൾ ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കസ്റ്റംസ് കടന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇന്നിപ്പോൾ ഏതാണ്ട് അമിത് ചക്കാലക്കലിന്റെയും അതോടൊപ്പം തന്നെ നടൻ ദുൽഖർ സൽമാന്റെയും വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ദുൽഖർ സൽമാന്റെ 2 വാഹനവും അമിത് ചക്കാലക്കലിന്റെ 2 വാഹനവുമാണ് പിടിച്ചെടുത്തത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വിശദീകരിച്ചു. ഇതിൽ ഈ രേഖകൾ അത് പരിശോധിച്ചപ്പോൾ ഇത് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നതാണോ തുടങ്ങിയ പരിശോധന ഇപ്പോഴും നടന്നു വരികയാണ്. പ്രാഥമിക നടത്തിയ പരിശോധനയിൽ ചില അവ്യക്തത, ഈ രേഖകളിൽ ചില അവ്യക്തതകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ മലപ്പുറത്ത് ഇത്തരത്തിൽ പരിശോധന നടന്ന ഒരു യൂസ്ഡ് കാർ ഷോറൂമിന്റെ ഉടമയുടെ പ്രതികരണം വരുന്നു. അതിലേക്ക് ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോക്യുമെൻസുമായി സബ്മിറ്റ് ചെയ്താൽ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര തന്നെ. ഇല്ല. അപ്പോൾ ഈ 2 വണ്ടിയാണ് ഇപ്പോൾ അവർക്ക് കൊണ്ടുപോകേണ്ട ഒരാവശ്യമായിട്ട് ചെക്കപ്പിന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻസിൻ്റെ എല്ലാത്തിനും കോപ്പി കൊടുത്തിട്ടുണ്ട്. ഇനി അവരെ ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം റിലീസ് ചെയ്യാമെന്നും പറഞ്ഞു. അത്ര തന്നെ. നിയമപരമായിട്ട് ഞങ്ങളെല്ലാം പേയ്മെൻറ്റ് കൊടുത്ത് നിയമപരമായിട്ട് മേടിക്കുന്ന വണ്ടികൾ തന്നെയാണ്. നമ്മൾ 10-20 വർഷമായിട്ട് ചെയ്യുന്ന ഒരു ഫീൽഡിലുള്ളതാണ്. നിയമപരമായിട്ട് തന്നെ ചെയ്തിട്ടുള്ളൂ. അത്ര തന്നെ. നേരത്തെ ഞങ്ങളോട് സംസാരിച്ചപ്പം അൺഒഫീഷ്യലായിട്ട് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഈ
13 വണ്ടികളുണ്ട്. അതില് അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് മലപ്പുറത്ത് അതങ്ങനല്ല. അവര് നേപ്പാൾ ഭൂട്ടാൻ ഷോറൂമിന്റെ ഉടമയാണ് സംസാരിച്ചത്. 2 വാഹനങ്ങൾ അവരുടെ ഷോറൂമിൽ നിന്ന് കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആ കാറുകളുടെ രേഖകൾ ഹാജരാക്കൽ റിലീസ് ചെയ്യുമെന്നാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നതെന്നും ഉടമ പറയുന്നുണ്ട്. നിതിൻ അംബുജൻ തുടരുന്നു. നിതിൻ, തുടർ നടപടികൾക്ക് മറ്റ് ഏജൻസികളുടെ കൂടി സഹായം അല്ലെങ്കിൽ ഇടപെടൽ ആവശ്യമെന്ന് കൂടി കസ്റ്റംസ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. ഗോകുൽ അങ്ങനെ തന്നെയാണ്. കാരണം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കൃത്യമാണ് അല്ലെങ്കിൽ ആ ഒരു ഇടപാടാണ് ഇതിൽ നടന്നിരിക്കുന്നത്. അതെല്ലാം ഈ ഒരു അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ തന്നെയാണ് ഇത്തരം വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കസ്റ്റംസ് പങ്കുവച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ അന്വേഷണത്തിന്റെ തുടക്കം എന്നതിൽ തന്നെ അതിൽ അദ്ദേഹത്തിന് കൂടുതൽ പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ പോലും വ്യക്തമാക്കുന്നത് ഇതിൽ വലിയ മാനങ്ങളുണ്ട്, വലിയ റാക്കറ്റ് ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നു. അതിൽ കോയമ്പത്തൂർ എന്നുള്ള സംഘമാണ് ഇതിൽ പിന്നിൽ നിന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ നിലയിലുള്ള ഒരു അന്വേഷണം, അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു അന്വേഷണമായതുകൊണ്ട് തന്നെ ഇതിന്റെ സാമ്പത്തിക ഇടപാട്, അതോടൊപ്പം തന്നെ തീവ്രവാദ ഫണ്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്കെല്ലാം അന്വേഷണം നീളേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പറേഷൻ നങ്കൂർ എന്നൊരു ഈ ഒരു പരിശോധന അത് ഇനിയുള്ള ദിവസങ്ങളും തുടരുമെന്ന കാര്യത്തിൽ അദ്ദേഹം ആ ഒരു നിലയിൽ തന്നെ ഇതിന്റെ പരിശോധന ഉണ്ടാവുമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ലിസ്റ്റിലെ 90% വണ്ടികളും കൃത്രിമ രേഖകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. GST വെട്ടിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. പലതിനും ഇൻഷുറൻസും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കും ഇത് ഭീഷണിയാകുന്ന നിലയിൽ തന്നെ തീവ്രവാദ ഫണ്ടിംഗ് ഉണ്ടോ എന്ന് അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. 2 വർഷമായുള്ള വാഹന ഇടപാടുകളാണ് നിലവിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ചില നടന്മാരുടെ പേരുകളടക്കം ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കി. ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വീട്ടിലും അതോടൊപ്പം തന്നെ അമിത് ചക്കാലക്കലിന്റെ വീട്ടിൽ പരിശോധന നടത്തി. പക്ഷേ ഈ ഒരു പരിശോധനയിൽ ഇപ്പോൾ പിടിച്ചെടുത്ത വാഹനങ്ങൾ, അതിൽ ചില രേഖകളിൽ അവ്യക്തതയുടെ തുടർന്നാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അത് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നതാണോ തുടങ്ങിയ കാര്യങ്ങളിലുള്ള ഒരു പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. അതിന്റെ രേഖകൾ ഹാജരാക്കാൻ എന്തായാലും നടന്മാർക്ക് നിർദ്ദേശം നൽകും. അതുമായി ബന്ധപ്പെട്ട സമൻസ് നൽകും. സമൻസ് നൽകിയാൽ നേരിട്ട് തന്നെ ഹാജരാകണം എന്നാണ് ഇപ്പോൾ കസ്റ്റംസ് വ്യക്തമാക്കിയത്. സ്വാഭാവികമായിട്ടും ആ ഒരു നടപടി അല്ലെങ്കിൽ ആ ഒരു വിശദീകരണം തൃപ്തികരം അല്ലെങ്കിൽ വാഹനങ്ങൾ പിന്നീട് പിടിച്ചെടുത്ത് തുടർ നടപടിയിലേക്ക് കസ്റ്റംസ് കടക്കും. ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയും കസ്റ്റംസ് ഈ ഘട്ടത്തിൽ തള്ളുന്നില്ല. എന്തായാലും വലിയ മാനങ്ങളുള്ള ഒരു സംഘം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏത് നിലയിലാണ് ഈ ഒരു ഉപഭോക്താക്കൾക്ക് ഈ വാഹനം എത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഉള്ളൊരു വിശദീകരണമാകും നടന്മാരിൽ നിന്ന് തേടുക. അത്തരം കാര്യങ്ങളിൽ ഒരു വിശദീകരണം തേടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ പരിശോധനയും തുടർ നടപടികൾ നീളുമെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ അന്വേഷണത്തെ പ്രാഥമിക ഘട്ടത്തിലായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കാൻ നടന്മാരുടെ വാഹനങ്ങൾ കസ്റ്റഡിയിലെത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ രേഖകൾ ഹാജരാക്കൽ ഒരു പക്ഷേ ആ വാഹനങ്ങൾ വിട്ടു നൽകിയേക്കാം. അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന നിയമം ലംഘിച്ചു കൊണ്ടുവരുന്ന വാഹനങ്ങൾ, അത് കൊണ്ടുവരുന്ന റാക്കറ്റിലേക്കാണ് അന്വേഷണം നീളുന്നത്. അവർ ഈ ഇത്തരത്തിൽ നിയമം ലംഘിച്ചാണ് ഈ വാഹനങ്ങൾ കൊണ്ടുവന്നതെന്ന് അറിവോടുകൂടിയാണ് ഈ വാഹനം വാങ്ങുന്നത് എങ്കിൽ മാത്രമേ അവർക്കെതിരെ നടപടി ഉണ്ടാകൂ എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കേരളത്തിന്റെ അഭിമാനമായി ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ ഏറ്റുവാങ്ങി. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരം സമ്മാനിച്ചു. 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. applause होना चाहिए आज रियल ओजी मोहनलाल जी के लिए. Tangaluru Ogram Actoran, true legend. Give a loud shout out. മലയാളത്തിന് ഇത് അഭിമാന നിമിഷം. രാജ്യത്തിന്റെ പരമോന്നത സിനിമാ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് മോഹൻലാൽ ഏറ്റുവാങ്ങി. As an actor and film personality, this honor strengthens my resolve. It deepens my commitment to cinema, and I pledge to continue my journey with renewed sincerity, passion and purpose. Ende Atmavinte Spandanamana cinema. Cinema is the heartbeat of my soul. Jai Hind. സഹനടിക്കും സഹനടനുമുള്ള അവാർഡുകൾ ഉർവശിയും വിജയരാഘവനും സ്വീകരിച്ചു. Minimal gestures anchoring the story's core and elevating its narrative in of rare poignancy imbued with quiet power, subtle humor and profound. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്കിന്റെ സംവിധായകൻ ക്രിസ്റ്റോ ടോമി, പൂക്കാലം എന്ന സിനിമയിലൂടെ മികച്ച എഡിറ്റർക്കുള്ള അവാർഡ് നേടിയ മിഥുൻ മുരളി, നോൺ ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ MK രാംദാസ് തുടങ്ങിയവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ട ഷാറൂഖ് ഖാൻ, വിക്രാന്ത് മാസി എന്നിവരും മികച്ച നടിയായ റാണി മുഖർജിയും അവാർഡുകൾ സ്വീകരിച്ചു. सर्वश्रेष्ठ अभिनेत्री का पुरस्कार ग्रहण करते हुए रानी मुखर्जी, जिन्हें फिल्म मिसेस चैटर्जी वर्सेस नॉर्वे के लिए प्रदान किया. 24 ഡൽഹി. ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ വേദിയിൽ ശ്രദ്ധേയ സാന്നിധ്യമായി മോഹൻലാൽ.
സ്വാഗത പ്രാസംഗികന്റെ ലാലേട്ടൻ വിളിയും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ മലയാളത്തിലെ പ്രശംസയും നിറഞ്ഞ കയ്യടിയോടെ സദസ്സ് ഏറ്റെടുത്തു. अप्लॉज होना चाहिए आज रियल ओजी मोहनलाल जी के लिए. तंगलुरु उग्रम एक्टरान, ट्रू लेजेंड. गिव अ लाउड शाउट आउट. हॉल में आवाज सफिशिएंट नहीं है, और तेज. Yet in the hearts of millions, he has always remained Lalitan. He shows us that cinema is not just performance, it's also humility and service. കംപ്ലീറ്റ് ആക്ടർ എന്ന് മോഹൻലാലിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രശംസിച്ചു. നാടകമായ കർണഭാരത്തെക്കുറിച്ചും രാഷ്ട്രപതിയുടെ പരാമർശം. और द कंप्लीट एक्टर की उनकी छवि बनी है. मुझे ये जानकर सुखद आश्चर्य हुआ है कि उन्होंने महाभारत के चरित्र कर्ण पर आधारित एक लंबे संस्कृत नाटक कर्णभारम में कर्ण भूमिका निभाई है. മലയാളികൾക്കും മലയാള സിനിമയ്ക്കും ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം സമർപ്പിക്കുന്നുവെന്ന് മോഹൻലാൽ പറഞ്ഞു. മലയാളത്തിലും ഇംഗ്ലീഷിലുമായിരുന്നു വേദിയിൽ മോഹൻലാലിന്റെ പ്രസംഗം. As an actor and film personality, this honor strengthens my resolve. It deepens my commitment to cinema, and I pledge to continue my journey with renewed sincerity, passion and purpose. Ende Atmavinte Spandanamana cinema. Cinema is the heartbeat of my soul. Jai Hind. 24 ബിഗ് ബ്രേക്കിംഗ്. കൊല്ലം കണ്ണനല്ലൂരിൽ പോലീസ് അനധികൃത കസ്റ്റഡിയിൽ വെച്ച വയോധികനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വെന്റിലേറ്ററിൽ. നിരണം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KP പുന്നൂസിനെയാണ് കണ്ണനല്ലൂർ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണതിന് പിന്നാലെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചെക്ക് കേസിൽ ശനിയാഴ്ച കസ്റ്റഡിയിലെടുത്ത KP പുന്നൂസിനെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരുന്നില്ല. ബിലീവേഴ്സ് ചർച്ച് സഭാധ്യക്ഷനായിരുന്ന KP യോഹനാന്റെ സഹോദരനാണ് KP പുന്നൂസ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് കോട്ടയത്തെ ആനന്ദ ഹോട്ടലിൽ നിന്ന് KP പുന്നൂസിനെ കണ്ണനല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ പരാതിക്കാരന് 10 ലക്ഷം രൂപ നൽകിയാൽ ജാമ്യം നൽകാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി KP പുന്നൂസിന്റെ സുഹൃത്തായ അഭിഭാഷകൻ 24നോട് പറഞ്ഞു. പോകുന്ന വഴി രണ്ടേ കൂടെയുള്ള ഒരു പോലീസുകാരൻ ജ്യോതിഷ്ഠാണ് പേര് പറഞ്ഞത്. ഒരു 10 ലക്ഷം രൂപ കടിയാക്കാൻ പറ്റുവാണെങ്കിൽ വിടാമെന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും ശേഷവും വിളിച്ചിരുന്നു. ആരെങ്കിലും ബന്ധുക്കൾ വരുമോ, എന്താ ചെയ്യുന്ന ഇവിടെ വരെ വരാൻ പറയുമോ എന്നൊക്കെ ചോദിച്ചു. കസ്റ്റഡിയിലെടുത്ത KP പുന്നൂസിനെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും കോടതിയിൽ ഹാജരാക്കിയില്ല. ഞായറാഴ്ച വൈകിട്ടോടെ പോലീസ് സ്റ്റേഷനിൽ കൊഴിഞ്ഞു വീണ KP പുന്നൂസിനെ ഒടുവിൽ കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലായ KP പുന്നൂസ് നിലവിൽ വെന്റിലേറ്ററിലാണ്. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും KP പുന്നൂസ് ആശുപത്രിയിലാണെന്നും കണ്ണനല്ലൂർ SHO. അതേസമയം KP പുന്നൂസിനെ അന്യായമായി പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന് കാട്ടി കൊട്ടാരക്കര JFMC കോടതിയിൽ നൽകിയ ഹർജി നാളെ കോടതി പരിഗണിക്കും. ആന്റിസിപ്പേറ്ററി ബെയിൽ നിലനിൽക്കെയാണ് ഈ ക്രൂരമായ സംഗതി നടന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ ഗുരുതരമാണ്. കോടതി കൂടുതൽ വിശദമായ വാദത്തിലേക്കായിട്ട് ഈ കേസ് നാളത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ചെക്ക് കേസിൽ KP പുന്നൂസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അരുൺ രാജ്, 24 കൊല്ലം. നൃത്താധ്യാപകൻ തിരുവനന്തപുരം വെള്ളായണി സ്വദേശി മഹേഷിന്റെ മരണത്തിൽ വഴിത്തിരിവ്. മഹേഷ് ചികിത്സയിൽ കഴിയവേ ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിലെ ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ചെന്ന് കുടുംബം ആരോപിച്ചു. മഹേഷിന്റെ ശരീരത്തിൽ മുറിവുകളും ചതവുകളും ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആരോപണം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രി അധികൃതർ തള്ളി. 24 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ മാസം 12-നായിരുന്നു തിരുവനന്തപുരം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിൽ വെച്ച് നൃത്ത അധ്യാപകനായ മഹേഷിന്റെ മരണം. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നായിരുന്നു ബന്ധുക്കളോട് പറഞ്ഞത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ കാര്യങ്ങൾ മാറി. മരണം ശ്വാസകോശത്തിൽ രക്തം നിറഞ്ഞതിനെ തുടർന്നാണ്. ശരീരത്തിൽ 20-ലധികം ആഴത്തിലുള്ള മുറിവുകളും ചതവുകളുമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മാനസിക വെല്ലുവിളിയെ തുടർന്ന് 7-ാം തീയതി ആശുപത്രിയിൽ എത്തിച്ച ശേഷം തുടർച്ചയായി 2 ദിവസം മഹേഷിനെ ക്രൂരമായി മർദ്ദിച്ചെന്ന് ബന്ധുക്കൾ. ഞങ്ങളകത്ത് നിർത്തിയില്ല. അവൻ്റെ സൗണ്ട് പോലും ഞങ്ങൾക്ക് വെളിയിൽ കേൾക്കാൻ പറ്റിയില്ല. 2 കൈയും കാലും കെട്ടിട്ടില്ല. നോക്കിയപ്പം കവിളിൻ്റെ അവിടെ അങ്ങ് നീരിയേറി, നെഞ്ചിൻ്റെ അവിടെ, കഴുത്തിൻ്റെ അവിടെയൊക്കെ, ആ മടക്കിൻ്റെ അവിടെയൊക്കെ അങ്ങ് ഭയങ്കര പ്രശ്നം. മർദ്ദിച്ച കാര്യം ചികിത്സിച്ച ഡോക്ടറെ മഹേഷിന്റെ സഹോദരി ഫോണിൽ വിളിച്ചറിയിച്ചു. ഇന്ന് വന്നവര് ഇന്നലെ വന്ന അതേ ആള് തന്നെയാണ് വന്നത്. ഇന്നലത്തേനേക്കാളും
വളരെ മൃഗീയമായിട്ടായിരുന്നു അവനെ അടിച്ചത്. സിസ്റ്റർ ഇത് പറയണം, പറഞ്ഞില്ലേ? സിസ്റ്റർമാരും കൂടെ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകളുണ്ടെങ്കിലും പോലീസ് അന്വേഷിക്കാൻ തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. എന്നാൽ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം വന്ന ശേഷമേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് പോലീസ് നിലപാട്. മഹേഷിനെ മർദ്ദിച്ചെന്ന ആരോപണം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രി അധികൃതർ തള്ളി. മർദ്ദിച്ചിട്ടില്ലെന്നും പോലീസ് അന്വേഷണത്തിലിരിക്കുന്നതിനാൽ പ്രതികരിക്കുന്നില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഈ ഗുരുതരമായ മുറിവുകളിൽ കൃത്യമായി സൂചനയുണ്ട് എന്താണ് മരണകാരണമെന്ന്. അന്വേഷണം നടക്കട്ടെ. ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. കൊച്ചിയിൽ യുവതിയെ പീഡിപ്പിച്ച കേസിൽ ഇൻഫോ പാർക്കിലെ വ്യവസായി വേണു ഗോപാലകൃഷ്ണന്റെ ആഡംബര വാഹനം പോലീസ് പിടിച്ചെടുത്തു. വാഹനത്തിൽ വെച്ചും പീഡിപ്പിച്ചു എന്ന് യുവതി മൊഴി നൽകിയിരുന്നു. ഇൻഫോ പാർക്ക് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹനം പിടിച്ചെടുത്തത്. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. എസ് ശ്യാംകുമാറുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഏറെ നാടകീയ നീക്കങ്ങൾ നടന്ന ഒരു കേസാണ്. പരാതി, കൗണ്ടർ പെറ്റീഷനും ഒക്കെ വന്ന ഒരു സംഭവം. എന്താണ് വിശദാംശങ്ങൾ? ഗോകുൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായ വേണു ഗോപാലകൃഷ്ണൻ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതിനിടെയാണ് ഇന്ന് ഇൻഫോ പാർക്ക് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തുകയും ഈ വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യുന്നത്. പരാതിക്കാരിയായ യുവതി മൊഴി നൽകിയത് ഈ വാഹനത്തിൽ വെച്ചും തന്നെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബെൻസിന്റെ 2.5 കോടി രൂപ വില വരുന്ന വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ഇൻഫോ പാർക്ക് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ എത്തിയത്. ഈ കേസിൽ ഇനി യുവതിയുടെ മൊഴി ഒരു വട്ടം കൂടി രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി ജാമ്യം തള്ളിയതിന് പിന്നാലെയാണ് ഈ കേസിലെ 1-ാം പ്രതി സുപ്രീം കോടതിയെ സമീപിച്ചത്. വീട്ടിലെത്തുന്ന സമയത്തും ഇയാളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതിന് പിന്നാലെയാണ് പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണന്റെ ഭാര്യ നൽകിയ അധിക്ഷേപ പരാതിയിൽ മൊഴിയെടുത്ത് പോലീസ്. CK ഗോപാലകൃഷ്ണന്റെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും മൊഴിയാണ് രേഖപ്പെടുത്തിയത്. CPIM നേതാവ് KJ ഷൈനെതിരായ സൈബർ അധിക്ഷേപ കേസിലെ പ്രതിയാണ് ഗോപാലകൃഷ്ണൻ. റാഫി കരീം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. റാഫി, സൈബർ അധിക്ഷേപം, അതിന് പിന്നാലെ ഈ ഗോപാലകൃഷ്ണന്റെ കുടുംബത്തിനും ബന്ധുക്കൾക്കുമൊക്കെ നേരെയും വലിയ ആരോപണങ്ങൾ സൈബർ ഇടത്തിൽ അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ആർക്കൊക്കെതിരെയാണ് ഈ പരാതി? സൈബർ അധിക്ഷേപത്തിൽ ഗോപാലകൃഷ്ണന്റെ ഭാര്യ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. സൈബർ പോലീസും ഒപ്പം തന്നെ പറവൂർ പോലീസുമാണ് ഗോപാലകൃഷ്ണന്റെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുക്കുന്നത്. ഗോപാലകൃഷ്ണന്റെ വീട്ടിലെത്തിയാണ് മൊഴിയെടുക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ ഭാര്യയുടെയും ഒപ്പം തന്നെ മകളുടെയും ചിത്രങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഫേസ്ബുക്കിലൂടെയുള്ള സൈബർ അധിക്ഷേപം നടന്നത്. ഗോപാലകൃഷ്ണന്റെ ബന്ധുക്കളുടെയും ചിത്രങ്ങൾ ഈ സൈബർ അധിക്ഷേപത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലായിരുന്നു ഈ ഭാര്യ പരാതി നൽകിയത്. തുടർന്നായിരുന്നു ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് ഈ സംഘം കടന്നത്. ഈ പോസ്റ്റിൽ ഗോപാലകൃഷ്ണന്റെ ചിത്രവും ഒപ്പം തന്നെ ഭാര്യയുടെ ചിത്രവുമെല്ലാം മാർക്ക് ചെയ്തുകൊണ്ടുള്ള വിമർശനങ്ങളും ഒപ്പം തന്നെ അധിക്ഷേപ കമന്റുകളും വ്യാപകമായിരുന്നു. പല അധിക്ഷേപ പേജുകളിലേക്കും ഈ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പോലീസ് ഈ മൊഴിയെടുത്തതിന് ശേഷം വിശദമായ നടപടികളിലേക്ക് കടക്കാനാണ് നിലവിൽ തീരുമാനം. ശരി, റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് ഇൻസുലിൻ വിതരണം ചെയ്യാനൊരുങ്ങി റോട്ടറി ക്ലബ് തൃപ്പൂണിത്തുറ റോയൽ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ള 250ഓളം കുട്ടികൾക്കാണ് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ സിസ്റ്റം നൽകുന്നത്. അടുത്ത മാസം 5-ന് എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ CGMS വിതരണം ചെയ്യും. പരിപാടിയോടനുബന്ധിച്ച് 1500 സ്ത്രീകൾ പങ്കെടുക്കുന്ന വിസ്മയ് റൺ മാരത്തൺ സംഘടിപ്പിക്കും. ഇതിനു മുന്നോടിയായി പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാക്കനാട് രാജഗിരി ബിസിനസ് സ്കൂളിലെ കുട്ടികൾ കൂട്ടയോട്ടവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. ഇത് ഈ ടൈപ്പ് 1 ഡയബറ്റിക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റമും ഇൻസുലിനും കൊടുക്കാനുള്ളൊരു പദ്ധതിയിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പോയി. അപ്പോൾ രാജഗിരി മുന്നോട്ട് വന്ന് ഈ പറയുന്ന ഇനീഷ്യേറ്റീവിനെ കുറിച്ച് വളരെയധികം എന്താ പറയുക, ഒരു സോളിഡാരിറ്റി അല്ലെങ്കിൽ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം, ഞങ്ങളും ഈ പറയുന്ന കോസിൻ്റെ ഭാഗമാണ് എന്ന് ഉറക്കെ പറയാൻ വേണ്ടി അവരും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു പ്രൊമോ റൺ ആയിട്ട് ഒരു ചെറിയൊരു ഇവൻറ്റും അതിൻ്റെ കൂടെയുള്ള ഫ്ലാഷ് മോബും ഈ നിങ്ങൾ കാണുന്ന എല്ലാ കുട്ടികളുടെ ഈ ഗ്യാതറിംഗ് എല്ലാം അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതൊരു പ്രൊമോ റണ്ണാണ്, വിസ്മയ റണ്ണിൻ്റെ ഒരു പ്രൊമോ റണ്ണാണിത്.
പരിപാടിയിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് നിഷിൽ മഠത്തിൽ, സെക്രട്ടറി രാകേഷ്, ട്രഷറർ ഐസക് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.